കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി.ബി. അനിത ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കും. 10:30 മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ജോലിയിൽ പ്രവേശിക്കുക. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, 10:30 നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പി.ബി. അനിത മെഡിക്കൽ കോളേജിലെത്തും എന്നറിയുമ്പോൾ 10:30 കഴിയുന്നു. അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടവർ. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സൈഫുദ്ദീൻ, 10:30 മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കും എന്നാണ് സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള പി.ബി. അനിത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പി.ബി. അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും മനുഷ്യാവകാശ പ്രവർത്തനം കൂടിയായിട്ടുള്ള ഈ സമരങ്ങളിലൊക്കെ തന്നെ മുന്നിലുണ്ടായിരുന്ന നൗഷാദ് തെക്കിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് സമയത്തായിരിക്കും ഈ നിയമനം അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത്? അവരിപ്പം തന്നെ എത്തി സ്ഥലത്തെത്തും. എത്തിയ ഉടൻ തന്നെ ജോയിൻ ചെയ്യാമെന്നാണ് അധികാരികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കം ഉണ്ടായത് തികച്ചും പൊതുസമൂഹത്തിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ സജ്ജമായിട്ടുള്ള ഇടപെടലും തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നീതി മുഴുവനായി ലഭിച്ചു എന്ന് പറയാനാകില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയെയും ഒക്കെ നാളെ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് അല്ലെങ്കിൽ മന്ത്രി പോയത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു താൽക്കാലിക നടപടി അല്ലെങ്കിൽ ഈ പ്രതിഷേധം ശമിപ്പിക്കൽ മാത്രമാണോ സർക്കാരിന്റെ ലക്ഷ്യം? എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീ സമൂഹം പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പം സ്ത്രീ സമൂഹത്തിനൊക്കെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെന്റിനും സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു നടപടിയാണ്. അതുപോലെ തന്നെ നാളെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ വിഷയം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദോഷമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു ബാലൻസിംഗ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് സൈഫുദ്ദീൻ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പി.ബി. അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കണ്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ഏതായാലും